വീട്ടിലെ മുറിയിൽ വെർച്വൽ അറസ്റ്റിലായിരുന്ന ഡോക്ടറെ മോചിപ്പിച്ച പോലീസ്. ഡോക്ടറുടെ അക്കൗണ്ടിൽ അസ്വാഭാവിക ട്രാൻസാക്ഷൻ നടക്കുന്നുവെന്ന് SBI ആണ് സൈബർ പോലീസിനെ അറിയിച്ചത്. ഡോക്ടറുടെ അക്കൗണ്ടിൽ നിന്ന് തട്ടിയെടുത്ത 5 ലക്ഷത്തിൽ 4.55 ലക്ഷം രൂപ തിരിച്ചുപിടിച്ചു. വിശദാംശങ്ങളുമായി അനന്തകൃഷ്ണൻ ചേർന്നു. അനന്തകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. നമ്മൾ പലതവണ ഈ വെർച്വൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇത് എത്തരത്തിലായിരുന്നു സംഭവം? വിശദാംശങ്ങൾ എന്താണ്? മോത്തി, ചങ്ങനാശ്ശേരി സ്വദേശിയായ ഡോക്ടറെയാണ് സൈബർ പോലീസ് ഇടപെട്ട് വിർച്വൽ അറസ്റ്റിൽ നിന്ന് മോചിപ്പിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടന്നത്. ചങ്ങനാശ്ശേരി SBI ബാങ്കിന്റെ അക്കൗണ്ടിലാണ് ഒരു അസ്വാഭാവികമായ ഇടപാട് കണ്ടെത്തിയത്. ഇത് SBI ബാങ്കിന്റെ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് വിഭാഗമാണ് ഈ അസ്വാഭാവിക ഇടപാട് കണ്ടെത്തിയത്. ഉടൻ തന്നെ ബാങ്ക് സൈബർ ഹെഡ്ക്വാർട്ടേഴ്സിൽ വിവരം അറിയിക്കുകയായിരുന്നു. സൈബർ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചങ്ങനാശ്ശേരിയിലെ ഡോക്ടറുടെ വീട്ടിലേക്ക് അപ്പോൾ തന്നെ പോലീസ് സംഘം എത്തി. അവരെത്തുമ്പോൾ വീടിന്റെ അടച്ചിട്ട മുറിയിൽ ഡോക്ടർ വിർച്വൽ അറസ്റ്റിൽ ഇരിക്കുകയായിരുന്നു. ഉടൻ തന്നെ പോലീസ് ഇടപെട്ടു. ആ വിർച്വൽ അറസ്റ്റിൽ നിന്ന് ഡോക്ടറെ മോചിപ്പിച്ചു. പക്ഷേ അപ്പോഴേക്കും ഏതാണ്ട് 5,25,154 രൂപ ഡോക്ടർ ഈ സൈബർ തട്ടിപ്പ് സംഘത്തിന് കൈമാറിയിരുന്നു. ഉടൻ തന്നെ പോലീസും ബാങ്കും ഇടപെട്ടു. ഈ വെർച്വൽ അറസ്റ്റിൽ നിന്ന് പോലീസ് എത്തി മോചിപ്പിക്കേണ്ട സാഹചര്യം വന്നു എന്ന് വന്നാൽ ഡോക്ടർ അത് അത്രയും വിശ്വസിച്ച് സ്വയം വെർച്വൽ അറസ്റ്റിന് വിധേയനാവുകയായിരുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? തീർച്ചയായിട്ടും ഇത്രയും അധികം വാർത്തകൾ വന്നിട്ടും പ്രത്യേകിച്ച് ഒരു ഡോക്ടറെ പോലെ ഒരാൾ വീണ്ടും ഈ വിർച്വൽ അറസ്റ്റിന് ഇരയായി എന്നുള്ളത് ഒരു അതിശയിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. മാത്രമല്ല 5,25,154 രൂപയോളം ഈ സൈബർ തട്ടിപ്പ് സംഘത്തിന് കൈമാറുകയും ചെയ്തു. പക്ഷേ പോലീസിന്റെ സമയോചിതമായ ഇടപാട് മൂലം 4,25,154 രൂപ തിരിച്ചു പിടിച്ച് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 45,000 രൂപയാണ് ഇപ്പോൾ ഡോക്ടറിന് നഷ്ടപ്പെട്ട് സൈബർ സംഘത്തിന്റെ വലയിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും ബാങ്കിന്റെ ഇടപെടൽ, പോലീസിന്റെ ഇടപെടൽ, ഇത് രണ്ടും ഇതിൽ നിർണായകമായി. മോദി, തീർച്ചയായിട്ടും അനന്തകൃഷ്ണൻ, ഏതായാലും അത് നന്നായി. സമയോചിതമായ പോലീസിന്റെയും ബാങ്കിന്റെയും ഇടപെടലാണ് ഇത്രയും പണം തിരിച്ചുപിടിക്കാൻ കൃത്യസമയത്ത് സാധിച്ചത്. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോഴും എടുത്തു പറയട്ടെ, ഇത്രയും ദിവസമായി നിരന്തരമായി വാർത്തകൾ കൊടുക്കുന്നു. മാതൃഭൂമി ന്യൂസ് തന്നെ പ്രത്യേക പരമ്പരയായി ചെയ്യുന്നു. ഇപ്പോഴിതാ വാർത്ത പങ്കുവച്ച അനന്തകൃഷ്ണൻ അടക്കം ഇത്തരത്തിൽ സൈബർ തട്ടിപ്പിന് ഇരയാക്കപ്പെടാൻ ഒരാൾ ശ്രമിച്ചിരുന്നു. അതും നമ്മൾ കയ്യോടെ പൊക്കിയ കാര്യം പറഞ്ഞു. പിന്നെ ഈ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലിയ വിദ്യാഭ്യാസമോ ഒന്നുമില്ലാത്ത സാധാരണ മനുഷ്യർ പോലും നിങ്ങൾ പോയി പണി നോക്കടോ എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ആർജവത്തോടെ മുന്നിട്ടിറങ്ങുന്ന ഈ കാലത്ത് എന്തുകൊണ്ടൊരു ഡോക്ടറെ പോലെ ഒരാൾ ഇതിന് വിധേയനായി എന്നുള്ളത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. പ്രിയ സുഹൃത്തുക്കളെ, കണ്ണുണ്ടായാൽ പോരാ, കാണണം. ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയുകയും അവബോധത്തോടെ ഇരിക്കുകയും ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്നു.